ഇതിപ്പോൾ ഇത്രയും ദിവസം ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് ഈ മനുഷ്യർക്കുള്ളിലെല്ലാം ആശങ്കയുടെ വിത്ത് പാകിയിട്ട് കെ സുധാകരന് മുന്നിൽ വഴങ്ങിയിട്ട് സുധാകരൻ സിംഹം പോലെ ഇങ്ങനെ എഴുന്നേറ്റിക്ക് വരികയും പാർട്ടിയെ ഞാനിതാ ഇങ്ങനെ ആരും പറയില്ല, പിന്നെ എന്തെങ്കിലും ക്ഷീണം ഉണ്ടായെന്ന് ആരും പറയില്ലെങ്കിലും ആ ക്ഷീണം എല്ലാവർക്കും വിസിബിൾ ആവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അതല്ല, മറിച്ച് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ എപ്പിസോഡ് കോൺഗ്രസിന് ഒരു ഗുണം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. UDF ഒരു ഗുണം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പുലിമുരുകൻ സിനിമയിലൊക്കെ മോഹൻലാലിനെ ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ കാണിച്ചാൽ ശരിയാവില്ല ഇല്ലേ? അപ്പോൾ നമ്മൾ മോഹൻലാലിനെ പറ്റി ഒരു ഡയലോഗ് വരും, ഏതാണ് ആദ്യം തന്നെ ഭയങ്കര പഞ്ച് നല്ല BGM ഡയലോഗ് ഇട്ടതിന് ശേഷം ഒരു പ്രത്യേക സമയത്താണ് കോൺഗ്രസ് മുന്നിലേക്ക് വരിക, അല്ല പുലിമുരുകൻ നായകൻ മുന്നിലേക്ക് വരിക സിനിമകളിൽ. അപ്പോൾ ഇവിടെയും അങ്ങനെ വരുന്ന ഒരാൾ സുധാകരനായിരുന്നുവെങ്കിൽ സുധാകരന് വലിയ മെച്ചവും ഈ സുധാകരൻ്റെ ഇത്തരം പിടിവാശിക്ക് മുന്നിൽ ക്ഷീണിച്ചു പോകുന്ന അത്രക്ക് ക്ഷീണിച്ച ഒരു പാർട്ടിയാണിത്, മറ്റ് നേതാക്കളാകെ തന്നെയും അത്രക്ക് ചെറിയ നേതാക്കളാണ് എന്നൊരു ഫീല് അന്തരീക്ഷത്തിലേക്ക് വന്നേനെ. കാരണം ഇതുപോലൊരു പ്രധാനപ്പെട്ട കാലത്ത് പിണറായി വിജയൻ എന്നൊരു ഫിഗർ ഇങ്ങനെ നിൽക്കുമ്പോൾ രണ്ടാം തവണയും മുഖ്യമന്ത്രിയായിട്ട് മൂന്നാം തവണയാകാൻ വേണ്ടി നിൽക്കുന്ന ഈ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ട് ഇങ്ങനെ നിൽക്കുന്ന UDF, ആ UDF ഒരു ക്ഷീണിച്ച UDF ആണ് എന്ന തോന്നലുണ്ടായേനെ. സുധാകരനാണ് പുലിമുരുകനായിട്ട് വന്നിരുന്നതെങ്കിൽ. പക്ഷേ ഇവിടെ സുധാകരനല്ല നായകനായിട്ട് വന്നിരിക്കുന്നത്, മറിച്ച് പാർട്ടിയാണ്. സുധാകരനെ എത്ര സമയമെടുത്താലും ഒരു തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് സീറ്റില്ല. അത് ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് കെ സുധാകരന് മാത്രമായിട്ട് സീറ്റ് നിഷേധിക്കുകയായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ബഹളത്തിനും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒച്ചപ്പാടിനും ബഹളത്തിനും ഒക്കെ കാരണമായേനെ അത്. പക്ഷേ അങ്ങനെയല്ല, അവരൊരു മാനദണ്ഡമുണ്ടാക്കി. MP-മാരും മത്സരിക്കുന്നില്ല. MP-മാരും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ സുധാകരനോ രാഹുൽ ഗാന്ധിയോ എന്നില്ല. സുധാകരനോ രാഹുൽ ഗാന്ധിയോ എന്നില്ലാതെ ഒരു നയനിലപാട് നടപ്പാക്കിയെടുക്കാൻ സാധിച്ച കോൺഗ്രസ് എന്ന് വെച്ചാൽ ഈ കാലത്ത് ശക്തി കാണിച്ച കോൺഗ്രസ്സാണ്. അക്കാര്യത്തിൽ നമ്മൾ അത് ചെറിയ കാര്യമായിട്ട് വിചാരിക്കരുത്. രണ്ടാമത് നമ്മൾ ഈ എപ്പിസോഡിലാകെ തന്നെയും കാണേണ്ടുന്ന ഒരു കാര്യം എന്താണ്? ഈ എപ്പിസോഡിലാകെ തന്നെയും കാണേണ്ടുന്ന ഒരു വളരെ സവിശേഷതയാർന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശ്യാമലി, നമ്മൾ കാണുന്ന കാലത്ത് കോൺഗ്രസ് എല്ലാ കാലത്തും ഇങ്ങനെയാണ്. കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ടാവും, തമ്മിൽ വഴക്കുണ്ടാവും, സീറ്റിന് വേണ്ടിയിട്ട് അടിയും ബഹളവും ഉണ്ടാവും, പോസ്റ്റർ ഒട്ടിച്ചത് കീറേണ്ടി വരും, ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള വിജയത്തിലേക്കോ പരാജയത്തിലേക്കോ അവർ അങ്ങെത്തുകയാണ് ചെയ്യുക, എങ്ങനെയാണെങ്കിലും. പക്ഷേ ആ കാലങ്ങളിലൊക്കെ ഉണ്ടാകാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നേതാക്കൾ തമ്മിൽ പരസ്യമായിട്ട് പോരടിക്കും. പരസ്യമായിട്ട് അവരുടെ ബൈറ്റുകൾ അന്തരീക്ഷത്തിലുണ്ടാകും. അവർ വളരെ അഗ്രസീവായിട്ട് മറ്റൊരു നേതാവിനെക്കുറിച്ച് പറയുന്നത് ഈ ബൈറ്റുകളായിട്ട് അന്തരീക്ഷത്തിലുണ്ടാകും, വാർത്തയായിട്ട് പുറത്തേക്ക് വരും, അവർ പരസ്യമായിട്ട് പറയും. കെ കരുണാകരനും AK ആൻ്റണിയും ആ വലിയ ഗ്രൂപ്പുകളുടെയും ഒക്കെ കാലത്ത് എന്ന് വെച്ചാൽ പരസ്പരം വർത്തമാനം പറയുന്ന നേതാക്കളുടെ ഒരു ബഹളമായിരിക്കും നമ്മൾ കാണുക. ഇത്രയും വലിയ പ്രശ്നം ഇവിടെ ഉണ്ടായില്ലേ ശ്യാമലി? ഇത്രയും ദിവസങ്ങളിൽ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ടായില്ലേ? നമ്മൾ എവിടെയെങ്കിലും ഒരാൾ കെ സുധാകരനെ പറ്റി ഒരു അബ്യൂസീവ് എന്നല്ല, ഒരല്പം മോശമായിട്ടുള്ള ഒരു വാക്ക് പറയുന്നത് കേട്ടോ? ഒരു വാക്ക് പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു നേതാവ് പരസ്പരം വർത്തമാനം പറഞ്ഞോ? ഇല്ല. ഞങ്ങളുടെ പാർട്ടിക്ക് വഴങ്ങുന്ന ആളുകളാണ് എന്ന വർത്തമാനമേ ഇവരെല്ലാവരും പറഞ്ഞുള്ളൂ.